ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാം 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ആ ഒരു ദിവസത്തേക്ക് ഇനി ഒരു 70 days സ്റ്റഡി പ്ലാൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോ. സോ നമുക്ക് അധികം താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ഡേ 1 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 4 മേജർ ടോപ്പിക്സ് ആണുള്ളത്: എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതിൽ ഡേ 1 നമുക്ക് ലീനിയർ ആൾജിബ്രയിന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കവർ ചെയ്യാം. ആൻഡ് ഡേ 2 നമുക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പാർട്ടും, ഡേ 3 നമുക്ക് ഫിസിക്സിലെ അപ്ലൈഡ് ഓപ്റ്റിക്സ്, ഡേ 4 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, ഡേ 5 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്ര. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാം. ഇങ്ങനെ ടോപ്പിക്സ് കവർ ചെയ്യാമെന്ന് പറയുമ്പോഴും ഈ ഓരോ ടോപ്പിക്സിലും ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ സബ് ടോപ്പിക്സ് എല്ലാം വ്യക്തമായിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. അതിൽ ഏതൊക്കെ ടോപ്പിക്സ് എത്ര ദിവസം കൊണ്ട് കവർ ചെയ്യണം എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ്. മെയിൻ ടോപ്പിക്സ് മാത്രമാണ് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഡേ 6 നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്ര വീണ്ടും, ഡേ 7 ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ മാനേജ്മെൻറ്റ്, ഡേ 8 ഫിസിക്സിലെ അപ്ലൈഡ് ഓപ്റ്റിക്സ്, ഡേ 9 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ ഡേ 10 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്ര എന്നിങ്ങനെ നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്യാവുന്നതാണ്. 11th ഡേ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലെ കാൽക്കുലസ്, 12th ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്, 13th ഡേ എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ അപ്ലൈഡ് ഓപ്റ്റിക്സ്, 14th കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് 15th ഡേ നിങ്ങൾക്ക് വീണ്ടും മാത്തമാറ്റിക്സിലെ കാൽക്കുലസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിലെ ടോപ്പിക്സ് കവർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം 16th ഡേ വീണ്ടും മാത്തമാറ്റിക്സിലെ കാൽക്കുലസ്, 17th ഡേ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്, 18th ഡേ എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ അപ്ലൈഡ് ഓപ്റ്റിക്സ്, 19th ഡേ കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, 20th ഡേ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വീണ്ടും അതിലേക്ക് വരാവുന്നതാണ്. അതിനുശേഷം ഡേ 21 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലുള്ള കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്, 22 ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്, 23 എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, 24 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, 25 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെയാണ് പോർഷൻസ് കവർ ചെയ്യേണ്ടത്. 26th ഡേ മാത്തമാറ്റിക്സിലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വീണ്ടും, അതിനുശേഷം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, 28th ഡേ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് കവർ ചെയ്യാം, 29th ഡേ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, 30th ഡേ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് വീണ്ടും വരാം. അതിനുശേഷം ഡേ 31 മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, 32 ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, 33 എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, 34 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, 35 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇങ്ങനെയാണ് ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത്. ശേഷം 36 വീണ്ടും മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി വീണ്ടും, 37 ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, 38 എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, 39 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, 40 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വീണ്ടും. 41th ഡേ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, 42 ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, 43 എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ അക്കോസ്റ്റിക്സ്, 44 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ എൻവയൺമെൻറ്റ്, 45 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ന്യൂമറിക്കൽ മെത്തേഡ്സ്. അടുത്ത ഡേ 46 ആണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ന്യൂമറിക്കൽ മെത്തേഡ്സ് വീണ്ടും, 47 ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ വീണ്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, 48 എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ അക്കോസ്റ്റിക്സ് വീണ്ടും, 49 ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, 50th ഡേ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാം. അതിനുശേഷം 51th ഡേ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, 52 എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ അക്കോസ്റ്റിക്സ്, 53 ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്, 54 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വീണ്ടും, 55 ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്. അടുത്ത ഡേ 56
ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ വീണ്ടും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, 57 എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ആക്കോസ്റ്റിക്സ്, 58 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ എൻവയോൺമെൻറ്റ്, 59th ഡേ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ എൻവയോൺമെൻറ്റ് വീണ്ടും, 60th ഡേ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് വീണ്ടും. ഓക്കെ, സോ ഇത്രയും ഡേ കൊണ്ട് നിങ്ങൾ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിലബസിലെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം കുറഞ്ഞത് 3 മുതൽ 4 ദിവസം വരെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഈ 3 to 4 ദിവസങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏതൊക്കെ സബ് ടോപ്പിക്സ് ആണ് ഈ മെയിൻ ടോപ്പിക്സിൽ കവർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു റഫ് സ്കെച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 60 ദിവസമായല്ലോ, ഡേ 61 to 63 നിങ്ങൾക്ക് മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. ഈ 3 ദിവസം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 20 മോഡൽ എക്സാമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾ കുറച്ചെങ്കിലും വീക്കായിട്ടുള്ളത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള റിവിഷനും മൈൻഡ് മാപ്പിങ്ങിനുമുള്ള സമയമാണ് 64th ഡേ. അതിനുശേഷം ഡേ 65 ഓൺവേർഡ്സ് നിങ്ങൾക്ക് ഫൈനൽ ആൻഡ് ക്വിക്ക് റിവിഷനുള്ള സമയമാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് എല്ലാം വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാനും ഉള്ള സമയമാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും എല്ലാം ഉള്ള ഒരു ടൈമാണിത്. അപ്പോൾ ഇത്രയും ഈ ഒരു പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ ഇതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായ ഒരു സ്ട്രാറ്റജിയിലൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന കോഴ്സിൻ്റെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള വളരെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈവ് ഇൻട്രാക്ഷൻസിനുള്ള ധാരാളം അവസരങ്ങളുണ്ടാവും. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് ടെക് PSC ആപ്പിലൂടെയും അല്ലാതെയും ലഭിക്കുന്നതായിരിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്കുണ്ടാവും. 20ഓളം മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാവും. അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനും ഉള്ള അവസരങ്ങൾ, ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം എന്നിങ്ങനെ ഈ ഒരു കോഴ്സ് വാലിഡിറ്റി എക്സാം ഡേറ്റ് വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ടെക് PSCയുടെ സ്പെഷ്യൽ ഓണം ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിൽ സ്വന്തമാക്കാനും സാധിക്കും. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ.